ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പൊ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് കാണിക്കും. ആക്ച്വലി യൂസു സിറ്റി ആയിരിക്കും ഇപ്പൊ കാണിക്കുക. അവിടെയാണ് നമ്മുടെ ഹോക്സ് പയ്യനുള്ളത്. ലാസ്റ്റ് ടൈം എൻഡവർ നടത്തിയ ആ ഒരു ഫൈറ്റിനെ കുറിച്ചായിരിക്കും അവനിപ്പോ ആരോടോ കാര്യമായിട്ട് സംസാരിച്ച് കടന്നു വരിക. ആ നോമു ആണ് അന്ന് എൻഡവറുമായിട്ട് ഫൈറ്റ് ചെയ്തത്. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു ഫൈറ്റ് അടിപൊളിയാവുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കുകയാണ്. ഉടനെ ഓപ്പോസിറ്റ് ഉള്ളവനാണെങ്കിൽ ഇപ്പൊ ഓക്സിനോട് ചോദിക്കും, ഒരുപാട് നേരം സംസാരിച്ച് എന്നെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണോ? അതിനവൻ പറയും, അയ്യോ അല്ല അല്ല, എനിക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. അങ്ങനെ കോളിൽ സംസാരിച്ചു പോകുന്നത് കണ്ട് താഴെയുള്ള ജനങ്ങളെല്ലാവരും ഓക്സിനെ നോക്കി കൈവീശി കാണിക്കുകയാണ്. അവരെല്ലാവരും കരുതുന്നത് ഓക്സ് അവന്റെ കാമുകയായിട്ട് സംസാരിക്കുകയാണെന്നാണ്. ഇവിടെ ഓക്സിനാണെങ്കിൽ ഓപ്പോസിറ്റുള്ള ആളെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്തെടുക്കണം. ആ ഓപ്പോസിറ്റുള്ള ആളാണെങ്കിൽ ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബൂത്തിലുള്ളത് മറ്റാരുമല്ല, സാക്ഷാൽ ഡോബി. അവനാണെങ്കിൽ ഇപ്പോ ഓക്സിനോട് പറയും, നമ്പർ 1 സൂപ്പർ ഹീറോയുടെ ആ ഒരു ശല്യം അത് ശരിക്കും കൂടുതലാണ്. ഉടനെ ഓക്സ് ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം പോലീസിനെ ആ കാര്യം ഇൻഫോം ചെയ്യും. പിന്നീട് അവൻ നേരെ ജീവിക്സിന്റെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ ഫൈറ്റിനെല്ലാം ശേഷം റിക്കവറി ആയി ഇപ്പോഴാണ് അവന്റെ വീട്ടിലേക്ക് തന്നെ എത്തിയത്. ആണെങ്കിൽ ഇപ്പൊ ഒറ്റയ്ക്കാണ്. സോ അതുകൊണ്ട് തന്നെ ഓക്സ് ആണെങ്കിൽ നിനക്ക് ആരെങ്കിലും സഹായത്തിന് നിന്നോടൊപ്പം കൂട്ടിക്കൂടാൻ ചോദിക്കും. അതിനവൻ പറയും, അതിന്റെ ഒന്നും ആവശ്യമില്ല. ആക്ച്വലി ജീവിസ്റ്റിന് ഇപ്പൊ ലങ്സ് ഇല്ല. ഇതിലേക്ക് തിരികെ വരാനായിട്ട് അവൻ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്സ് ആണെങ്കിൽ അവനോട് നീ തിരികെ വീണ്ടും ആ ഒരു ഹീറോ ആയിട്ട് വരുമോ ചോദിക്കും. അതിനവനാണെങ്കിൽ അടിച്ചു പറയും, ഉറപ്പായിട്ടും ഞാൻ തിരികെ ഫുൾ പവർ ആയിട്ട് കടന്നു വരും. ഓക്സ് ആണെങ്കിൽ അവനോട് യാത്ര പറഞ്ഞ് കടന്നു പോകും. ഓക്സിന്റെ ടെൻഷൻ ആ ഡോബിയെ കുറിച്ച് ആലോചിച്ചാണ്. ലീഗ് ഓഫ് വില്ലൻസിലെ ഒരു പ്രധാനിയാണവൻ. അവന്റെ നേച്ചർ എപ്പോ വേണമെങ്കിലും ചേഞ്ച് ആവാം. ഓക്സിന്റെ കാര്യങ്ങൾ അവൻ കണ്ടുപിടിക്കാം. പക്ഷെ ഇതുവരെ അവന്റെ സ്വഭാവത്തിൽ കാര്യമായ വ്യത്യാസമൊന്നും കാണാനില്ല. എന്തായാലും കുഴപ്പമില്ല, വെറുന്നടച്ച് വെച്ച് അത് കാണാമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ പറന്നു പോകും. എന്റെ കയ്യിലാണെങ്കിൽ ഒരു പ്രത്യേകതരം പെട്ടി ഇപ്പോ ഉണ്ട്. അവനാണെങ്കിൽ ആ പെട്ടിയുമായിട്ട് പറന്നു പോകും. കട്ട് ചെയ്താ ഇപ്പോ ക്രിസ്മസ് ലീവ് ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനെ എല്ലാം ഒരു ദിവസത്തേക്ക് അവരുടെ വീട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്. ഹീറോ ഇസുക്ക് പയ്യനാണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടു കൂടെ അവന്റെ വീട്ടിലേക്ക് വരും. അതിനുശേഷം അവന്റെ ഫ്രണ്ട്സ് അവനെ ഹെൽപ്പ് ചെയ്തതും ക്ലാസ്സിൽ നടന്ന കാര്യങ്ങളും അതെല്ലാം സന്തോഷപൂർവ്വം അവന്റെ അമ്മയോട് പറയുകയാണ്. അതിനുശേഷം ആ കുഞ്ഞിപ്പെണ്ണേറി അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയും. അവൾ ഒരുപാട് സ്നേഹത്തോടു കൂടെ ക്രിസ്മസിന് അവന് കൊടുത്ത ആ കാർഡ് അതവൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ കാർഡിൽ എഴുതിയ കാര്യം അവനാണെങ്കിൽ അമ്മയ്ക്ക് വായിച്ചു കൊടുക്കും. എന്നെ ഇവിടേക്ക് രക്ഷിച്ചുകൊണ്ട് വന്നത് അത് നിങ്ങളാണ്. എനിക്ക് നിങ്ങളോട് തീർത്താൽ തീരാത്ത സ്നേഹവും ഇഷ്ടവും ഒക്കെയുണ്ട്. മാത്രമല്ല എന്റെ പവർ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിച്ചതും എനിക്ക് കൂടെ നിന്നതും അതുപോലെ എനിക്ക് കാൻഡീസ്, ക്ലേറ്റ്സ് അതെല്ലാം തന്നെ വാങ്ങി തന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് നിങ്ങളാണ്. തീർച്ചയായിട്ടും ഞാനൊരു നല്ല കുട്ടിയായി മാറും എന്നൊക്കെയായിരിക്കും ആ ലെറ്ററിൽ ഉണ്ടാവുക. അതൊക്കെ കേട്ട് ഇപ്പോ ഹീറോയുടെ അമ്മ കരയാനായിട്ട് തുടങ്ങും. അവനാണെങ്കിൽ അവന്റെ അമ്മയെ ആശ്വസിപ്പിക്കും. അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ പഴയ ചില കാര്യങ്ങൾ അത് ഓർമ്മ വരികയാണ്. എപ്പോഴും മാസ്റ്ററിന്റെ ആ ഒരു ഫൈറ്റിംഗ് വീഡിയോസ് നമ്മുടെ ഹീറോ പയ്യൻ ഇസുക്ക് അവൻ കാണാറുണ്ടായിരുന്നു. വലുതാവുമ്പോ മാസ്റ്ററിനെ പോലെ പവർഫുൾ ആയ ഒരാളായി മാറണം എന്തായിരുന്നു അവന്റെ ആഗ്രഹം. ഇപ്പോ അവനാണെങ്കിൽ നല്ലൊരു പവർ കിട്ടിയിരിക്കുകയാണ്. സിറ്റിയിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂളിൽ പഠിച്ച് ഇപ്പൊ അവനൊരു സൂപ്പർ ഹീറോ ആവാനായിട്ട് ട്രെയിനിങ് എടുക്കുകയാണ്. അവന്റെ വളർച്ചയും സ്വപ്നവും ഡെവലപ്മെന്റ്സ് ഒക്കെ കാണുമ്പോൾ അവന്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം. അവന്റെ അമ്മയാണെങ്കിൽ അവനെ ചേർത്ത് പിടിക്കും. ചെറുപ്പത്തിൽ ഒട്ടും പവർ ഇല്ലായിരുന്നിട്ട് പോലും ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചു. ദ ബെസ്റ്റ് ആക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പോ നിന്റെ ഈ വളർച്ച കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും അഭിമാനവും തോന്നുന്നു പറഞ്ഞ് അവന്റെ അമ്മ കരയും. അത് കണ്ട് അവനും കരഞ്ഞ് ഇപ്പോ ഒരു പുഴ തന്നെ പുറത്തേക്ക് ഒഴുകുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ നമ്മുടെ ഹീറോ ആണെങ്കിൽ മാസ്റ്റർ ട്രെയിനിങ്ങിനായിട്ട് എൻഡവറിന്റെ ആ ഒരു ഓഫീസിലേക്ക് പോവാണ്. കട്ട് ചെയ്ത ഇവിടെ ഓക്സ് ഇവനാണെങ്കിൽ ഒരു സിറ്റിയിലൂടെ കറങ്ങി നടക്കുകയാണ്. അത് കണ്ട് ഒരു സൂപ്പർ ഹീറോ ആണെങ്കിൽ കാര്യം അന്വേഷിക്കും. അതിനവൻ പറയും, പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനൊരു കാപ്പി കുടിക്കാൻ ഇവിടേക്ക് വന്നതാണ്. ഉടനെ ആ സൂപ്പർ ഹീറോ ആണെങ്കിൽ റൂൾസ് അവര് കാണിച്ചു കൊടുക്കും. നിങ്ങളെപ്പോലെ ഒരു സൂപ്പർ ഹീറോയ്ക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതനുസരിച്ച് മാത്രമേ നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഒന്നായിട്ട് പറഞ്ഞു കൊടുക്കും. ഓക്സിനാണെങ്കിൽ അത് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെടില്ല. ഈ സീൻ കട്ട് ചെയ്ത എൻഡവറിന്റെ അടുത്തേക്ക് ഇപ്പോ അദ്ദേഹത്തിന്റെ മകൻ ടോഡ്രോക്കയും നമ്മുടെ ഇസുക്ക് പയ്യനും കച്ച പയ്യനും അവര് 3 പേരും ട്രെയിനിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ്. എൻഡവർ ആണെങ്കിൽ പുറമെ വളരെ സന്തോഷത്തോടു കൂടെ അവരെ ഏജൻസിയിലേക്ക് വെൽക്കം ചെയ്യും. പക്ഷേ ആളുടെ ഇന്നർ മൈൻഡിൽ ആളങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഹീറോ ഇസുക്ക് പയ്യനാണെങ്കിൽ എൻഡവറിനെ നോക്കും. എൻഡവർ ഉടനെ ഇസുക്കിനെ തുറിച്ചു നോക്കുകയാണ്. അതുകൊണ്ട് അവനാണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോകും. കാരണം ലാസ്റ്റ് ടൈമിലുണ്ടായ ആ ട്രെയിനിങ്ങിന്റെ ഇടയിൽ നമ്മുടെ ഹീറോ ഇസുക്ക് പയ്യനാണെങ്കിൽ അല്പം റേസ് ആയിട്ടാണ് എൻഡവറിനോട് ബിഹേവ് ചെയ്തത്. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ കച്ച പയ്യനും നമ്മുടെ ഹീറോ പയ്യനും അവർ രണ്ടുപേരും എൻഡവർ ഏജൻസിയിൽ ട്രെയിനിങ് എടുക്കാൻ പോകുന്ന കാര്യം മാസ്റ്ററിനെ അറിയിക്കും. മാസ്റ്റർ ആണെങ്കിൽ ഹീറോയോട് പറയും, നിനക്ക് പറ്റിയ ഒരു ഐഡിയൽ സെന്റർ തന്നെയാണ് അവിടെ. നിന്റെ പവർ അത് കൂടുതൽ ഉപയോഗിക്കാനും കൺട്രോൾ ചെയ്യാനും അവിടെ ചെന്നാൽ കഴിയും. അദ്ദേഹം ഒരു നമ്പർ 1 സൂപ്പർ ഹീറോ ആണ്. അതുപോലെ തന്നെ കച്ച പയ്യനോട് പറയും, ഓൾമോസ്റ്റ് നിനക്കും എൻഡവറിനും സിമിലർ പവർ ആണ്. അതുകൊണ്ട് തന്നെ നിന്റെ പവർ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയും അടിപൊളിയായിട്ട് ഉപയോഗിക്കാനും
അദ്ദേഹത്തിന്റെ ട്രെയിനിങ് കൊണ്ട് നിനക്ക് സാധിക്കും. സത്യത്തിൽ അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ഒരു ഐഡിയൽ ട്രെയിനിങ് തന്നെയാണ്. അത് കേട്ട് അവർക്ക് രണ്ടുപേർക്കും ഇപ്പോ അല്പം സന്തോഷമൊക്കെ തോന്നും. കട്ട് ചെയ്താ പ്രസന്റ് കാണിക്കും. എൻഡവറിന്റെ പിന്നാലെ അവര് 3 പേരും വലിയ പ്രതീക്ഷയോടുകൂടെ കടന്നു പോവാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഹീറോ ഇസുക്ക് ഇതൊരു ഐഡിയൽ ഓപ്പർച്യൂണിറ്റിയാണ്. ഞാനിത് വേസ്റ്റ് ചെയ്യില്ല എന്ന് പറയും. ആ സമയം എൻഡവർ ആണെങ്കിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മുടെ ഹീറോയെ നോക്കും. അതിനുശേഷം നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യ്, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മിഷന് പോകണമെന്ന് പറഞ്ഞ് ആളിങ്ങനെ ഉഷാറായി ചാടിത്തുള്ളി പോവും. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാതെ അവര് 3 പേരും ഞങ്ങൾക്കും ഈ ഫൈറ്റിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് ആളെ ഫോളോ ചെയ്ത് പോവാണ്. ആളാണെങ്കിൽ ടെററായി നോക്കും. പക്ഷെ അവര് പിന്മാറാൻ തയ്യാറാവില്ല. അങ്ങനെ അവരെല്ലാവരും ഓടി വരുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഒരു വില്ലനെ കാണിക്കുക. വില്ലനാണെങ്കിൽ കാറിന്റെ ചില്ലും ബിൽഡിങ്ങുകളുടെ ചില്ലും എല്ലാം തന്നെ വെള്ളം പോലെ ആക്കി മാറ്റി അങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു വില്ലനാണെങ്കിൽ ഇപ്പൊ അവൻ തകർത്ത് വെള്ളം പോലെ ആക്കിയ ആ ഒരു മിറർ അതെല്ലാം തന്നെ വെച്ച് ഇപ്പൊ വലിയൊരു ബോൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ കയറി ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ഓക്സ് ആണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ബുക്കൊക്കെ വായിച്ച് ഹായ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ ചിന്തിച്ച് അവൻ അങ്ങനെ വണ്ടർ അടിക്കും. അതേസമയം ഇവിടെ എൻഡവർ ആണെങ്കിൽ ആ ഒരു വില്ലനെ തകർക്കാനായി പാഞ്ഞെടുക്കും. എൻഡവറിന് കട്ട സപ്പോർട്ട് കൊടുത്ത് നമ്മുടെ ചെക്കന്മാരും. ഇസുക്ക് പയ്യനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. കാരണം എൻഡവറിന് ഇത്തരത്തിൽ ഒരു വലിയ പ്രശ്നം നടക്കുന്നുണ്ടെന്നുള്ള കാര്യം അതെങ്ങനെ പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ആരും അദ്ദേഹത്തെ ഇതൊന്നും ഇൻഫോം ചെയ്യാതെ തന്നെ അദ്ദേഹം അത് മനസ്സിലാക്കി ഇപ്പൊ അവിടേക്ക് പോകുന്നു. സത്യത്തിൽ അദ്ദേഹത്തിന്റെ പവർ അത് വേറെ ലെവലാണെന്ന് അവൻ തിരിച്ചറിയും. വില്ലനാണെങ്കിൽ വിളിച്ചു പറയും, ഞാനാണ് നിങ്ങളുടെ ദൈവം. ഇവിടെ വലിയൊരു പ്രശ്നം അത് വരാൻ പോവുകയാണ്. അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താനാണ് ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ചില്ലുകൾ വീണ്ടും വീണ്ടും തകർക്കും. ഇവിടം വിഴുങ്ങാനായിട്ട് പോവാണ്. അതിൽ നിന്ന് നിങ്ങളെ എല്ലാവരും രക്ഷിക്കാൻ പോകുന്നത് ഞാനാണെന്ന് പറഞ്ഞ് ബിൽഡിങ്ങുകളിലെ ചില്ലുകളെല്ലാം അബ്സോർബ് ചെയ്തെടുത്ത് ആ വില്ലനാണെങ്കിൽ ാണ് ദൈവം എന്ന് പറഞ്ഞ് അങ്ങനെ വലിച്ചെറിയാണ്. അടുത്ത നിമിഷം നമ്മുടെ എൻഡവർ ആളവിടേക്ക് ചാടി വീഴും. ഈ ഇടയിലെത്തിയ എൻഡവർ ആണെങ്കിൽ ആ വലിയ ഗ്ലാസ് ബോൾ അതങ്ങനെ തകർത്ത് കളയാണ്. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സിറ്റിയിലേക്ക് വന്ന് ഇപ്രകാരം ചെയ്യുമെന്ന് എൻഡവർ ആ ഒരു കിളവനോട് ചോദിക്കും. കിളവനാണെങ്കിൽ എൻഡവറിനെ കാണേണ്ട താമസം പേടിച്ച് അവിടുന്ന് 100-110 ഓടുകയാണ്. എൻഡവർ ഇദ്ദേഹമാണെങ്കിൽ ആ ഒരു വില്ലനെ വിടാതെ അവന്റെ പിന്നാലെ പോവും. അടുത്ത നിമിഷം അപ്പാപ്പനാണെങ്കിൽ ആളുടെ അണ്ടറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് അസിസ്റ്റന്റ് വില്ലന്മാരെ എൻഡവറിനെ തടയാനായിട്ട് അദ്ദേഹത്തിന് നേരെ അയക്കും. വില്ലന്മാര് 3 പേരും ചേർന്ന് എൻഡവറിനെ പിടിക്കാനായിട്ട് ശ്രമിക്കും. നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ അത് തടയാനായിട്ട് ശ്രമിക്കുന്ന അതേ സമയം ഓക്സ് പയ്യനാണെങ്കിൽ ചാടി വീണ് വില്ലന്മാരെ 3 പേരെയും അടിച്ചങ്ങനെ താഴെ ഇടുകയാണ്. എൻഡവർ ആണെങ്കിൽ അവനെ കണ്ട് ഞെട്ടും. നീ എങ്ങനെ ഇവിടെ എത്തി? അതിനവൻ പറയും, ഞാൻ കുറച്ച് സമയമായി ഇവിടെ കറങ്ങി നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇതെല്ലാം കണ്ടത്. എൻഡവറിനാണെങ്കിൽ ഓക്സിന്റെ സ്പീഡ് നന്നായിട്ട് അറിയാം. അതിനുശേഷം ആ കള്ളന്മാരെ ഇപ്പോ പോലീസിന്റെ കയ്യിൽ അവർ ഏൽപ്പിക്കും. ആ അപ്പാപ്പൻ വില്ലനാണെങ്കിൽ ഇപ്പൊ എൻഡവറിനെ നോക്കി ഇവനാണ് ആ ഒരു ഡാർക്ക് ഡെവിൾ എന്ന് പറയും. ഉടനെ എൻഡവർ ആണെങ്കിൽ ടെററായിട്ട് നോക്കും. അതിൽ ആ പാപ്പൻ ഭയന്നു പോകും. പോലീസുകാരാണെങ്കിൽ അവരെയും കൊണ്ട് അവിടുന്ന് കടന്നു പോകും. ഇവിടെ ഹീറോ ആണെങ്കിൽ ഓക്സിനെ കണ്ട ആക്രാന്തത്തിൽ വാ തോരാതെ സംസാരിക്കുകയാണ്. അതിനാള് പറയും, ഓ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. പവർ കൺട്രോൾ ചെയ്യാനായി വിരൽ കട്ട് ചെയ്ത് കളഞ്ഞ ആളല്ലേ നീ. ആ കാക്കപ്പയ്യൻ ഓൾറെഡി വാ തോരാതെ ഒരുപാട് കാര്യങ്ങൾ നിന്നെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ കാക്കപ്പയ്യന് വീണ്ടും ട്രെയിനിങ് കൊടുക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ എന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് ട്രെയിനിങ്ങിന് പോയെന്ന് പറയും. ആ സമയം എൻഡവർ ആണെങ്കിൽ ഈ ഓക്സിന്റെ കയ്യിലുള്ള ആ ബുക്കിനെ കുറിച്ച് ചോദിക്കും. അതിന് ഓക്സ് ആണ് മെറ്റാ ലിബറേഷൻ വാർ ബുക്ക്. ഇതിന്റെ സവിശേഷതകൾ പലതാണെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അങ്ങേക്ക് സമയമുണ്ടെങ്കിൽ ഈ ബുക്ക് അത് വായിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏൽപ്പിക്കാനായിട്ട് ഒരുങ്ങും. ഇതിൽ ഞാനൊരു പ്രത്യേക ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഉടനെ എൻഡവർ ആണെങ്കിൽ ഒരു പ്രത്യേക ലുക്ക് വിട്ട് അത് വാങ്ങിക്കുകയാണ്. ഇവിടെ ഹീറോ ആണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ പറയും, സത്യത്തിൽ അതിലെന്തോ രഹസ്യമുണ്ട്. അവർ മറ്റുള്ളവരുടെ ശ്രദ്ധ ഇതിലേക്ക് വരാതിരിക്കാനാണ് ഇപ്രകാരം ഒരു ഡ്രാമ കാണിക്കുന്നതെന്ന് പറയും. ഉടനെ ഓക്സ് ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. അതിനുശേഷം അവരെ ഡൈവേർട്ട് ചെയ്യാൻ അവരുടെ കയ്യിൽ 3 ബുക്സ് കൊടുക്കുകയാണ്. ഓക്സ് ആണെങ്കിൽ എൻഡവറിനെ നോക്കി അതിന്റെ 6ാം പേജ് അതൊന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. ഇവിടെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് അത്ഭുതം. കാരണം അവരെ കഴിഞ്ഞും വെറും 6 വയസ്സ് മാത്രമാണ് ഒരു ഓക്സിന് കൂടുതൽ. സോ അവന്റെ ഇപ്പോഴത്തെ നിലയും വിലയും അത് കണ്ട് അവർ അത്ഭുതപ്പെടുകയാണ്. ഇവിടെ എൻഡവറിനാണെങ്കിൽ കാര്യമായിട്ടൊന്നും പിടികിട്ടില്ല. എങ്കിലും ഓക്സ് പറഞ്ഞതനുസരിച്ച് ആ ഒരു പേജ് അദ്ദേഹം വായിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത എൻഡവറിന്റെ ഓഫീസിലേക്ക് എത്തിയ നമ്മുടെ ആൾക്കാരെ 3 പേരെയും അവരാണെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾ സന്തോഷത്തോടു കൂടെ സ്വീകരിക്കും. ആ കച്ചാ പയ്യനാണെങ്കിൽ എല്ലാവരും വളരെയധികം തിരക്കിട്ട് നിൽക്കുന്നത് കണ്ട് കാര്യം അന്വേഷിക്കും. അതിനവര് പറയും, ഇവിടെ 100-ലധികം കേസുകളാണ് ഒരു ദിവസം തന്നെ വരിക. സോ അതിന്റെ എല്ലാം തിരക്കിലാണ് ഞങ്ങൾ. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് എൻഡവറിനെ കാണിക്കും. ഓക്സ് കൊടുത്ത ആ ബുക്ക് കാര്യമായിട്ട് അദ്ദേഹം വായിക്കുകയാണ്. കാരണം ആ ബുക്ക് കൊടുത്തപ്പോ അത്രയും നാളും വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ച ഓക്സിന്റെ മുഖത്ത് ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. ആളാണെങ്കിൽ ഓക്സ് പയ്യൻ
ആള് ഹൈലൈറ്റ് ചെയ്ത സ്ഥലം മുഴുവൻ അങ്ങനെ ഒന്നും വിടാതെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം വരി വായിച്ച് ആളങ്ങനെ ഷോക്ക് ആവുകയാണ്. ഓപ്പണൻസിന്റെ വിമോചനം എന്നായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക. ഇവിടെ ഓക്സിനാണെങ്കിൽ ഭയങ്കര ചാരിതാർത്ഥ്യം. കാരണം അവൻ അറിയിക്കേണ്ട കാര്യം ഇപ്പോ എൻഡവറിനെ അറിയിച്ചു കഴിഞ്ഞു. പക്ഷെ എൻഡവറിന് അത് കറക്റ്റ് ആയിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പൊ അവന്റെ സംശയം. ഇവിടെ എൻഡവർ ആണെങ്കിൽ ഇപ്പൊ എല്ലാം വളരെ തീവ്രമായിട്ട് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. ലീഗ് ഓഫ് വില്ലൻസിലെ 100 പേര് മോചിക്കപ്പെട്ട് അവർ വീണ്ടും അടുത്ത യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. അത് വായിച്ച് ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.